Hi all, in this lecture we are going to see about dynamic RAM cells. ബേസിക്കലി നമുക്കറിയാം ഡൈനാമിക് റാം സെല്ല് ബിൽഡ് ചെയ്തേക്കുന്നത് ഒരു കപ്പാസിറ്ററും ഒരു ട്രാൻസിസ്റ്ററും വെച്ചിട്ടാണ്. ട്രാൻസിസ്റ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്താണ്? ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ആയിട്ടാണ്. പിന്നെ ഈ വേഡ് ലൈനിൽ ഒരു വോൾട്ടേജ് വരുമ്പോൾ ഇതെന്ത് ചെയ്യും? ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പോൾ ഇറ്റ് ക്യാൻ സെൻസ് ദ വോൾട്ടേജ് ഓഫ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് സെൻസ് ചെയ്തിട്ട് ഏതർ 0 ആണോ, ഒരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും, വോൾട്ടേജ് ഇല്ലെങ്കിൽ 0 ആയിട്ട് ഇത് ചെയ്യും. പക്ഷെ ഇത് ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ നമുക്ക് എന്ത് ചെയ്യണം? പീരിയോഡിക്കലി റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. കപ്പാസിറ്ററിൻ്റെ ചാർജ് സ്ലോലി എന്ത് ചെയ്യും? ഡ്രെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഡൈനാമിക് റാംസ് സ്ലോ ആയിരിക്കും കമ്പയർഡ് ടു സ്റ്റാറ്റിക് റാം. ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ആകെ ഒരു കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഡൈനാമിക് റാമിൻ്റെ സെറ്റ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യണം. ബേസിക്കലി നമ്മൾ ഇതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്: സിങ്ക്രണസ് ഡൈനാമിക് റാം ആൻഡ് അസിങ്ക്രണസ് ഡൈനാമിക് റാം. സിങ്ക്രണസ് മീൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ക്ലോക്ക് പൾസ്. അസിങ്ക്രണസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലോക്ക് പൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഈ മെമ്മറി എലമെന്റിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് മെമ്മറി കൺട്രോളർ. മെമ്മറി കൺട്രോളറിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡ്രസ്സ് ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്രോസസ്സറിന്റെയും മെമ്മറി എലമെന്റിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് മെമ്മറി കൺട്രോളർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പ്രോസസ്സറിൽ നിന്ന് നമ്മൾ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. ഈ മെമ്മറി കൺട്രോളറാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ഡീകോഡ് ചെയ്യുന്നത്. ഇതിനെ കോളം അഡ്രസ്സും റോ അഡ്രസ്സുമായിട്ട് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. ദെൻ ഇതെന്ത് ചെയ്യും? ഈ കോളം അഡ്രസ് സ്ട്രോബും റോ അഡ്രസ് സ്ട്രോബും ഒക്കെ ഇത് ജനറേറ്റ് ചെയ്യും. ഇത് ഒരു അസിങ്ക്രണസ് റാമിന്റെ ഓർഗനൈസേഷനാണ്. ഒരു 2 MB അസിങ്ക്രണസ് ഡൈനാമിക് റാമാണ് ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. 2 MB മീൻസ് നമ്മൾ എന്താണ്? 2⁻21 ടോട്ടൽ എത്ര എന്ത് ചെയ്യും? 2 MB സ്പേസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു മെമ്മറി കൺട്രോളർ കണക്ട് ചെയ്യുന്നു. മെമ്മറി കൺട്രോളറിന്റെ ഒരു പ്രൈമറി എയിം എന്ന് പറയുന്നത് എന്താണ്? യൂഷ്വലി ഇപ്പോൾ 32 ബിറ്റ് ഓഫ് അഡ്രസ്സും 32 ബിറ്റ് ഓഫ് ഡേറ്റയും വരുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പിൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൺട്രോൾ സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുകൊണ്ട് പിൻസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ നമ്മൾ ഈ അഡ്രസ്സിൻ്റെ പിൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും: കോളം അഡ്രസ് ആൻഡ് റോ അഡ്രസ്. നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഹയർ ഓർഡർ ബിറ്റ്സിന് എന്തായിട്ട്? റോ അഡ്രസ് ആയിട്ടും സെലക്ട് ചെയ്യും. ലോവർ ഓർഡർ ബിറ്റ്സിന് നമ്മൾ എന്ത് ചെയ്യും? കോളം അഡ്രസ് ആയിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് അഡ്രസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റോ അഡ്രസ് സ്ട്രോബും കോളം അഡ്രസ് സ്ട്രോബും ഒക്കെ ഉണ്ട്. റോ അഡ്രസ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റോ അഡ്രസ് സ്ട്രോബ്. കോളം അഡ്രസ് ആണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കോളം അഡ്രസ് സ്ട്രോബ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ അച്ചീവ് മൾട്ടിപ്ലക്സിങ് സോ ദാറ്റ് എന്താണ്? നമ്പർ ഓഫ് പിൻസ് ഇൻ ദ മെമ്മറി യൂണിറ്റ് വിൽ ബി ലെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെമ്മറി കൺട്രോളർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 2 MB റാമിൻ്റെ ഒരു ഓർഗനൈസേഷനാണ്. ഇവിടെ ഒരു 3 ഡയമെൻഷണൽ മെട്രിക്സ് പോലെയാണ് എന്ത് ചെയ്തേക്കുന്നത്? മെമ്മറി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ അകത്ത് 1024 റോസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. 512 റോസ് ഇങ്ങനെ ഓരോ 1024 റോസ് ഉണ്ട്. അതേപോലെ തന്നെ 512 കോളംസ് ഉണ്ട്. ഈ 512 കോളംസ് ഈ 4096 × 512 അകത്ത് ഓരോ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? 8 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അതായത് 2⁻21 ലൊക്കേഷൻസ് ഉണ്ട്. ഓരോ ലൊക്കേഷനിലും ഒരു ബൈറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് ടോട്ടൽ 2 MB. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് 12 ബിറ്റ് ഓഫ് റോ അഡ്രസ് ആൻഡ് 9 ബിറ്റ് ഓഫ് കോളം അഡ്രസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ A20 to A0 ടോട്ടൽ 21 ലൈൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഹയർ ഓർഡർ ആയിട്ടുള്ള 12 ബിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? കോളം അഡ്രസ് ലാച്ചിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനാണ് ഈ ലാച്ച്? നമ്മളുടെ അഡ്രസ്സ് അറ്റ് എ ടൈം ഏതെങ്കിലും കോളം അഡ്രസ്സ് റോ അഡ്രസ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോ അഡ്രസ് ലാച്ചും കോളം അഡ്രസ് ലാച്ചും ഉപയോഗിക്കുന്നത്. റോ അഡ്രസ് ലാച്ച് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ആദ്യം നമ്മൾ റോ അഡ്രസ്സിനെ സേവ് ചെയ്യും. പിന്നെ ഈ ബസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? കോളം അഡ്രസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ
കോളം അഡ്രസ്സിന് സേവ് ചെയ്യും. ഇനി സേവ് ചെയ്ത റോ അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡീകോഡ് ചെയ്യും, കറസ്പോണ്ടിങ് കോളം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ദെൻ കോളം അഡ്രസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കോളം അഡ്രസ് ഡീകോഡർ ഡീകോഡ് ചെയ്യും. ദെൻ കറസ്പോണ്ടിങ് കോളം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഈ കോളം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 8 ബിറ്റ് ഓഫ് എന്തുണ്ട്, സെൻസ് ബാർ റൈറ്റ് സർക്യൂട്ട് ഉണ്ട്. ആ പർട്ടിക്കുലർ റോയിലെ ആ പർട്ടിക്കുലർ കോളത്തിലെ ആ 8 ബിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, റീഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു 2 MB ഡൈനാമിക് റാമിൻ അസിൻക്രണസ് ഡൈനാമിക് റാമിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ 12 ബിറ്റ്സ് 4096 റോസ് ഉണ്ട്, 512 കോളംസ് ഉണ്ട്. ആ കോളത്തിൽ ഓരോ കോളത്തിലും എന്തുണ്ട്, 8 ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. ആൻഡ് അത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ D0 to D7 ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ഇതിൻ്റെ അകത്തുള്ള ഡൈനാമിക് റാമിലുള്ളൊരു സ്പെഷ്യൽ മോഡാണ് ഫാസ്റ്റ് പേജ് മോഡ് എന്ന് പറയുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിക്യൂട്ടീവ് ബൈറ്റ്സിൻ്റെ സെലക്ടഡ് റോ നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ റോ ആദ്യം സെലക്ട് ചെയ്തു, ദെൻ ഒരു കോളത്തിലെ ഒരു സെറ്റ് ഓഫ് കോളത്തിലെ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൺസിക്യൂട്ടീവ് ഓപ്പറേഷനിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എന്ന് പറയുന്നത് ഫാസ്റ്റ് പേജ് മോഡ് എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, റോ അഡ്രസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെറ്റ് ഓഫ് ഡിഫറെൻറ്റ് കോളം അഡ്രസ് വിത്തിൻ ദ സെയിം റോ, ആ സെയിം റോയിൽ ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് കോളം അഡ്രസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ 1 by 1 ആയിട്ട് കോളം അഡ്രസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ കോളത്തിലെ ബ്ലോക്ക് ഓഫ് ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യുന്നതിനാണ് എന്ത് പറഞ്ഞത് ഒരു ഫാസ്റ്റർ മോഡിലാണ്. എന്തായിരിക്കും, റാൻഡം ആക്സസിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ആ ഒരു മെത്തേഡിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫാസ്റ്റ് പേജ് മോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ റോയിലെ ഒരു സെറ്റ് ഓഫ് കോളംസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോക്ക് ആയിട്ട് റീഡ് ചെയ്യാണ്. ആ ഒരു മെത്തേഡിനെ പറയുന്നതാണ് എന്ത് പറയുന്നത് ഫാസ്റ്റ് പേജ് മോഡ്. ഇനി നമ്മൾ ഇത് കാണുന്നത് സിൻക്രണസ് ഡൈനാമിക് റാമാണ്. അസിൻക്രണസ് ഡൈനാമിക് റാമിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഈ സിൻക്രണസ് ഡൈനാമിക് റാമിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റോ അഡ്രസ്സും കോളം അഡ്രസ്സായിട്ടും. സെയിം തന്നെ ഇതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് സിൻക്രണസ് ഡൈനാമിക് റാമും അസിൻക്രണസ് ഡൈനാമിക് റാമും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. അതിൻ്റെ മെമ്മറിയുടെ അറേഞ്ച്മെൻ്റ് ഒക്കെ സെയിം തന്നെ. ദെൻ അവിടെയും ഉണ്ട് ഒരു റിഫ്രഷ് സർക്യൂട്ടറി ഉണ്ട്, അത് അതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഇവിടെ എന്താണ്, ഒരു റിഫ്രഷ് കൗണ്ടർ ഉണ്ട്. ഈ റിഫ്രഷർ എന്തിനാണ് ചെയ്യുന്നത്, ഓരോ പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെമ്മറി എലമെൻറ്റിന് നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഇത് വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ക്ലോക്ക് പൾസ് ആയിരിക്കും. അപ്പം നേരത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, റോ അഡ്രസ് ലാച്ചായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, കോളം അഡ്രസ് ലാച്ചും ഉണ്ടായിരുന്നു. ഇവിടെ കോളം അഡ്രസ് ലാച്ചിന് പകരം എന്താണ്, കോളം അഡ്രസ് കൗണ്ടറാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളം അഡ്രസ്സിൽ ഒരു അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 10 ലൊക്കേഷൻസ് അല്ലെങ്കിൽ 15 ലൊക്കേഷൻസ് ഈ കൗണ്ടർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ വിത്തൗട്ട് ഡിഫറെൻറ്റ് കോളം അഡ്രസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെറ്റ് ഓഫ് ബ്ലോക്കിന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ കൗണ്ടർ ആയ എന്നുള്ളതുകൊണ്ട് ഒരു ബ്ലോക്കിന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൗണ്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബ്ലോക്കിന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കോളം അഡ്രസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് സിഗ്നലൊക്കെ വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എന്താണ്, ക്ലോക്ക് പൾസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഫാസ്റ്റ് പേജ് മോഡിനെ പറയുന്ന പേരാണ് ബേസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. ബേസ്റ്റ് മോഡ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ് ഫാസ്റ്റ് പേജ് മോഡിൻ്റെ. സിൻക്രണസ് ഡൈനാമിക്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ബേസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സക്സസീവ് ആയിട്ടുള്ള കോളംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ബേസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. ആൻഡ് എല്ലാ ഇതും ഡേറ്റ എന്ത് ചെയ്യുന്നത് റൈസിങ് എഡ്ജിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ അത് 2 കൺസെപ്റ്റ് കൂടി പറയാം. മെമ്മറിയുടെ സ്പീഡിൽ വരുന്ന 2 കൺസെപ്റ്റാണ് മെമ്മറി ലേറ്റൻസി. മെമ്മറി ലേറ്റൻസി എന്ന് പറയുമ്പോൾ ഒരു ബൈറ്റ് മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം റിക്വയർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് മെമ്മറി ലേറ്റൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈം ടേക്ക് ടു ട്രാൻസ്ഫർ എ വേർഡ് ഓഫ് ഡേറ്റ ഫ്രം ഓർ ടു ദ മെമ്മറി. മെമ്മറിയിലേക്കോ മെമ്മറിയിൽ നിന്നോ ഒരു പർട്ടിക്കുലർ വേർഡ് അല്ലെങ്കിൽ ബൈറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിനെയാണ് എന്ന് പറയുന്നത് മെമ്മറി ലേറ്റൻസി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബേസ്റ്റ് മോഡിലാണെങ്കിൽ നമുക്ക് മെമ്മറി ലേറ്റൻസി ഒരു ആക്ച്വൽ ഒരു കറക്റ്റ് ഫിഗർ ആയിരിക്കില്ല. ആദ്യത്തേന് കുറച്ച് ടൈം ലേറ്റൻസി കൂടുതൽ മതി, രണ്ടാമത്തേന് എന്ത് ചെയ്യാം, നമുക്ക് സ്പീഡായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതുകൊണ്ടുള്ള നെക്സ്റ്റ് ഇതാണെന്ന് മെമ്മറി ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈമിൽ